1947 ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭരണകാലത്താണ് ഇവിടെ KSU രൂപം കൊണ്ടതും KSU ശക്തി പ്രാപിക്കുന്നതും അതിൻ്റെ ഭാഗമായി പിന്തുണമാർക്കായ ആൾക്കാർ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതുമെല്ലാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ, ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങൾ വിജയിപ്പിക്കുക മാത്രമല്ല, ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടി സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ജീവിതം ബലിയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം എന്നത് അന്നും ഇന്നും പ്രസക്തമാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ കാണാനൊന്നുമില്ലെങ്കിൽ പോലും ഈ കഴിഞ്ഞ 9 വർഷത്തെ തുടർഭരണം കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് സമ്മാനിച്ചത് 100 കണക്കിന് കേസുകളാണ്. ഒന്നിലും ഒത്തുതീർപ്പ് വഴങ്ങാതെ എല്ലാം ആ പാവങ്ങളുടെ മേൽ കെട്ടിവെക്കുന്ന ഒരു കിരാത നടപടി കേരളത്തിലെ പോലീസ് സേന നടത്തുന്നുണ്ട്. തുടർഭരണത്തിൻ്റെ ആലസ്യത്തിൽ ഗവൺമെൻറ് അത്തരം നീക്കങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ കേരളത്തിലെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ, യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പോരാട്ടങ്ങൾ, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഈ കേരളത്തിലെ ജനങ്ങളുടെ വിവിധ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പോരാട്ടങ്ങൾ തുടങ്ങിയ കാലഘട്ടം, ആരംഭ കാലഘട്ടം മുതൽ ഇന്ന് വരെയും തുടരുന്നൊരു പ്രക്രിയയാണ്. അത് കോൺഗ്രസിൻ്റെ ഭരണം ഉള്ളപ്പോഴായാലും ഇല്ലാത്തപ്പോഴായാലും പ്രവർത്തനങ്ങളിലൊന്നും മാറ്റമില്ല. മറിച്ച് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനാ സംവിധാനം മുൻകാലങ്ങളിൽ വാർഡ് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി എന്ന നിലയിലേക്കായിരുന്നെങ്കിൽ നിലവിൽ അത് യൂണിറ്റ് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും സംഘടനാ പ്രവർത്തനത്തിൽ വരുത്തിയ ചില മാറ്റങ്ങൾ അത് ഈ സംഘടനയുടെ പ്രവർത്തനത്തെ കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം അതിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ജനാധിപത്യപരമായ രീതിയിൽ യോജിക്കാൻ കഴിയുന്ന രീതിയിലല്ല എന്നുള്ളത് ഈ സംഘടനയിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്കും ഈ സംഘടനയെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും സ്നേഹിക്കുന്ന ആളുകൾക്കും ഈ സംഘടനയ്ക്ക് വേണ്ടി എക്കാലവും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുകൾക്കും ഇപ്പോഴും സഹകരിക്കുന്ന ആളുകൾക്കും സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം അറിയാം. എങ്കിലും ഈ സംഘടനയെ ജനമധ്യത്തിൽ ആക്ഷേപിക്കാനുള്ള അവസരമായി ആരെങ്കിലും ഇതിൻ്റെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തകരെയോ പറ്റി എന്തെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത്തരം കരുതലുകളെ പ്രതിരോധിക്കേണ്ട രീതി അത് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ട്, അത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ട്. പക്ഷേ അവരത് ചെയ്യാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാധ്യമങ്ങളിലെ ശ്രദ്ധ പിടിച്ചുപറ്റുക എന്നുള്ളത് ഒരു പതിവ് ചടങ്ങായി മാറിപ്പോയി എന്നതുകൊണ്ടാവാം. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു മാധ്യമത്തിൻ്റെയും ശ്രദ്ധ കൊണ്ടല്ല കേരളത്തിലും ഇന്ത്യയിലും ഗവൺമെൻറ്റുകൾ വന്നിട്ടുള്ളത്. കേരളത്തിൽ